الله الرحمن الرحيم. സൂറത്തുൽ അൻകബൂത്ത് 69-ാമത്തെ ആയത്ത് നമ്മോടല്ലാഹു നൽകുന്ന വലിയൊരു തത്വോപദേശം. അല്ലാഹു ഈ സൂറത്തിലൂടെ നമുക്ക് വലിയൊരു ഉപദേശം നൽകുകയാണ്. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. നമ്മുടെ മാർഗത്തിലായിക്കൊണ്ട് ആരെങ്കിലും കഷ്ടപ്പെട്ടുകൊണ്ട് ആരാധനകൾ നിർവഹിച്ചാൽ സുബുലന നാം അവരെ നമ്മുടെ പങ്കാളിൽ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുക. നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു. ഈ പ്രായമുണ്ട്, കുറച്ച് പ്രായമായിട്ട് ചെയ്യാമെന്ന് കരുതിയാൽ ശാരീരികം തളർച്ച ബുദ്ധിമുട്ടുകൾ സംഭവിക്കും. ആരോഗ്യമുള്ള സമയത്ത് ഒരുപാട് സൽക്കർമ്മങ്ങൾ, ഒരുപാട് ആരാധനകൾ, ഒരുപാട് ദിക്റുകൾ, ഒരുപാട് നമസ്കാരങ്ങളൊക്കെ നിർവഹിച്ച് അല്ലാഹുവിന്റെ പ്രത്യേകമായ പൊരുത്തം സമ്പാദിക്കണമെന്നാണ് അല്ലാഹു ഈ സൂറത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. ഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. അല്ലാഹു സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ കൂടെയാണ് എന്നല്ലാഹു പറഞ്ഞു. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ലഭിക്കുക എന്ന് അല്ലാഹു അവന്റെ പരിശുദ്ധ ഖുർആനിന്റെ അവസാന ഭാഗത്തിൽ പറയുന്നുണ്ട്. ചെറിയ സൂറത്തിൽ ആരെങ്കിലുടെയും നന്മകൾ ഭാരമായി കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലാണ്. ആരെങ്കിലും തിന്മകൾ ഭാരമായി കഴിഞ്ഞാൽ അവൻ നരകത്തിലാണ്. ഹാവിയ എന്ന നരകത്തിലാണ് എന്ന് അല്ലാഹു പറയുന്നു. എന്താണ് മാഹിയ എന്ന നരകം നിങ്ങൾക്കറിയുമോ? തിന്മകൾ കൂടുതൽ ചെയ്തു കൂടിയാൽ നന്മ തിന്മകൾ തൂക്കുന്ന തുലാസിൽ തിന്മകൾ വർദ്ധിക്കുമ്പോൾ അവനെ ഹാവിയ എന്നുള്ള നരകത്തിലേക്ക് അല്ലാഹു കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അത് ചോദിക്കുന്നു, മാഹിയ, എന്താണ് മാഹിയ എന്ന നരകം നിങ്ങൾക്കറിയുമോ? അറിയില്ല. നാമിയ, അത് വളരെ ശക്തിയായ ചൂടുള്ള ഒരു ഭാഗമാണ്, നരകമാണ്. തിന്മകൾ വർദ്ധിച്ച വ്യക്തികളെ അല്ലാഹു വളരെ ചൂടുള്ള കാഠിന്യമേറിയ അഗ്നിയുടെ സങ്കേതത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് അല്ലാഹു നമ്മെ ഉണർത്തുന്നു. അല്ലാഹുവിന്റെ ഈ തത്വോപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും ജീവിതത്തിന് എപ്പോഴും മാറ്റങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നത്. അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുധാവനം ചെയ്തിരുന്നു. ഓരോ നിമിഷങ്ങളും ഓരോ ദിവസങ്ങളും ജീവിതത്തിൽ വ്യത്യസ്തം വരുത്തിക്കൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അവൻ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട സജ്ജനങ്ങളുടെ വൈത്താരയിൽ അവനെ ചേർത്തി തരട്ടെ. അന്നിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പൊറുത്തു അല്ലാഹു അവരുടെ വിജയികളിൽ, ലോക വിജയികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മൾ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, മറ്റു കൂട്ടുകുടുംബാദികളുടെ ഖബറിലെ ജീവിതം, പരലോക ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. നമ്മോട് ദുആ ചെയ്യാൻ പറഞ്ഞ വസിയത്ത് ചെയ്ത ആളുകളുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. ജോലികളിൽ, ബിസിനസ്സുകളിൽ, കച്ചവടങ്ങളിൽ അല്ലാഹു ഐശ്വര്യവും അഭിവൃദ്ധിയും പുരോഗതിയും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ തടസ്സങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കി നല്ലൊരു ജീവിതം നമുക്കും നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അവസാനം ഈമാനുള്ള മരണം സംഭവിച്ചു സ്വർഗത്തിൽ കടന്ന് അല്ലാഹുവിനെ കാണാനുള്ള സൗഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.